ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജീസ് ഡിലൈറ്റ്. ഇന്ന് നമുക്ക് സദ്യയിലൊക്കെ ഒഴിച്ചുവിടാൻ പറ്റാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവം ഉണ്ടാക്കാം, പൈനാപ്പിൾ പച്ചടി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. പൈനാപ്പിളൊക്കെ കടകളിൽ ഇഷ്ടപ്രകാരം കിട്ടാനുണ്ട്. അപ്പോൾ പച്ചടി ഉണ്ടാക്കാനായിട്ട് നല്ല പഴുത്ത പൈനാപ്പിൾ നോക്കിയിരിക്കുക. അങ്ങനെ നല്ല പഴുത്ത അത്യാവശ്യം മധുരമുള്ള പൈനാപ്പിളാണിത്. ഇതിൻ്റെ തോലൊക്കെ ചെത്തിക്കളയണം. അതേപോലെ ഇതിൻ്റെ സെൻറ്ററിലെ പീസും കട്ട് ചെയ്ത് കളയണം. ഇത് നമ്മൾ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, ഇതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ, അറൌണ്ട് 250 ഗ്രാംസ്. ബാക്കി മധുരം കാരണം തിന്ന് തീർത്തു. അപ്പോൾ അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് അറൌണ്ട് 250 ഗ്രാംസ് പൈനാപ്പിളാണ്. ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് തന്നെ കട്ട് ചെയ്തേക്കണേ. നിങ്ങൾക്ക് പൈനാപ്പിളിൻ്റെ പീസ് ചെറുതായിട്ട് കടിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ചെറുതാക്കാം. ഇനി നമുക്ക് ഈ മൺചട്ടിയിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിൾ ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ മുളകും പൊടി ചേർക്കാം, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില. പൈനാപ്പിൾ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ചേർക്കുക. അതിനുശേഷം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ നന്നായി വേവിക്കുക. ഇത് ചട്ടിയിൽ വേവിക്കുന്നതിന് പകരം കുക്കറിൽ 2-3 വിസിലടിച്ചിട്ടും വേവിക്കാം. അപ്പോൾ പൈനാപ്പിളൊക്കെ നന്നായി ഉടഞ്ഞു കിട്ടും, അതും നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. പൈനാപ്പിൾ വേവണ സമയം കൊണ്ട് നമുക്ക് അതിനാവശ്യമുള്ള അരപ്പ് റെഡിയാക്കാം. അതിനു വേണ്ടി ഒരു ചെറിയ തേങ്ങയുടെ പകുതി ചിരകി ചേർക്കാം. ഇത് അറൌണ്ട് 3/4 കപ്പ് ചിരകിയ തേങ്ങയാണ്. കുറച്ച് കറിവേപ്പില, 3 വലിയ പച്ചമുളക്, ചെറിയ പച്ചമുളക് ആണെങ്കിൽ 5-6 ചേർക്കാം. 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ നല്ല ജീരകം. വളരെ കുറച്ച് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ പൈനാപ്പിൾ മറന്നു പോകരുത്, അത് ഇടയ്ക്ക് ഇളക്കി കൊടുത്തോളൂ. പൈനാപ്പിൾ വെന്ത് 1/4 ഭാഗമായിട്ടുണ്ടെങ്കിൽ ഏകദേശം 1-2 കയ്യിൽ മാറ്റുക. അറൌണ്ട് 40 to 50 ഗ്രാംസ്, ഇതാ ഇത്രയൊക്കെ. എന്നിട്ട് അത് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക. ചൂടാറിയതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇല്ലെങ്കിൽ ശർക്കര പൊടിച്ചത് ചേർക്കുക. അത് പൈനാപ്പിളിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട് ചേർത്തോളൂ. എന്നിട്ട് നല്ല ഫൈനായിട്ട് ഇതേപോലെ അടിച്ചെടുക്കുക. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചട്ടിയിൽ വെച്ച പൈനാപ്പിളിനെ മറക്കരുത്, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോളൂ. ഇപ്പോൾ പൈനാപ്പിളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, അതിലെ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ച പൈനാപ്പിളും പഞ്ചസാരയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ പൈനാപ്പിളിൻ്റെ നല്ലൊരു ഫ്ലേവറും കിട്ടും, അതേപോലെ കറിക്കൊരു തിക്നെസ്സും ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ മിക്സിയിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നന്നായി വറ്റിച്ചെടുക്കുക. ഇടയ്ക്ക് ഇളക്കി കൊടുത്തോളോ, ഇല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതേപോലെ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ പഞ്ചസാരയൊക്കെ പൈനാപ്പിൾ നന്നായി ചേർന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ചു വെച്ച നമ്മുടെ തേങ്ങയുടെ അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. മിക്സിയിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് അതൊന്ന് ചുറ്റിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. തേങ്ങയുടെ പച്ചച്ചവയൊക്കെ പോണ വരെ വീണ്ടും കുക്ക് ചെയ്യുക. അരപ്പൊക്കെ വെന്തതിന് ശേഷം 3/4 കപ്പ് ചെറിയ പുളിയോട് കൂടിയിട്ടുള്ള കട്ടി തൈര് ഒന്ന് മിക്സിയിലിട്ട് പൾസ് ചെയ്തതിന് ശേഷം ചേർക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഒരു ചെറിയ തല വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മുടെ പച്ചടിയുടെ കൺസിസ്റ്റൻസി ഒക്കെ പെർഫെക്റ്റ് ആണ്. ഇത് കുറച്ചും കൂടി കഴിയുമ്പോൾ കുറച്ചും കൂടി കട്ടിയായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുക്കാം. അതിനു വേണ്ടി ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടിയതിന് ശേഷം 2 വറ്റൽമുളക് പൊട്ടിച്ച് ചേർക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് കുറച്ച് കറിവേപ്പില ചേർക്കുക. അതെല്ലാം റോസ്റ്റായി വന്നതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ചേർക്കുക. എന്നിട്ട് മൂടി വയ്ക്കുക. 10 മിനിറ്റിന് ശേഷം ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി റെഡിയാണ്.
അപ്പോൾ ഈ ഒരു ഓണസദ്യക്ക് എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻസ് ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കണം. ഓണത്തിനുള്ള വേറെയും കുറേ വിഭവങ്ങൾ എൻ്റെ ചാനലിലുണ്ട്. എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് ഇടാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.